ഡാഷ്മോനെ രേവന്ത മറുപടി വരുന്നുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ അതിരുവിട്ട പരാമർശത്തിലേക്ക് നയിച്ചത് രേവന്ത് റെഡ്ഡി ഫേസ്ബുക്കിൽ പിണറായി വിജയന് എഴുതിയ കത്ത്. കത്തിന്റെ അവസാന ഭാഗവും നീ പോ മോനെ വിജയ എന്ന് എഴുതിയിരുന്നു. ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിക്ക് അയക്കുന്ന കത്തുകളിൽ പൊതുവിൽ ഉണ്ടാകാറില്ലാത്ത ഈ പരാമർശമാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജേരികയാണ്. അർജുൻ, ഇതാണ് രണ്ട് നേതാക്കൾ സംസാരിക്കുന്നു എന്നത് മാത്രമല്ല, രണ്ട് മുഖ്യമന്ത്രിമാർ സംസാരിക്കുന്നു എന്നതാണ് ഈ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഔദ്യോഗിക രേഖയായി സാധാരണഗതിയിൽ പറയുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ ഉള്ള കുറിപ്പാണെങ്കിൽ കൂടി ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞതാണ് ഇത്തരത്തിൽ അത് പരസ്യമായി തന്നെ പറയുന്നതിലേക്ക് നയിച്ചത്. പക്ഷേ അതും കടന്നുപോയ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രുചീഷ്, രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ നടത്തിയ അതിരുവിട്ട പ്രയോഗമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ പ്രസ്താവനകളെ. അതിലേക്ക് നയിക്കുന്നത് തിരുവനന്തപുരത്ത് രേവന്ത് റെഡ്ഡി നടത്തിയ പ്രചാരണ പരിപാടിയാണ്. അവിടെയാണ് ആദ്യം അദ്ദേഹം ഈ പ്രയോഗം പറയുന്നത്. പോ മോനെ വിജയ എന്നുള്ള പരാമർശം തിരുവനന്തപുരത്താണ് ആദ്യം പ്രയോഗിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരുന്നു. തെലങ്കാനയിലെ ഭരണപരാജയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അവിടെ ബുൾഡോസർ രാജ് ഉൾപ്പെടെ നടക്കുന്ന എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും എക്സിലുമൊക്കെ തെലങ്കാനയിലെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മറുപടി നൽകിയത്. ഔദ്യോഗികമായി തന്നെ നൽകിയ മറുപടിയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം ആവർത്തിക്കുന്നത് കണ്ടു. നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി അയക്കുന്ന ഒരു കത്ത്, അല്ലെങ്കിൽ അങ്ങനെ നൽകുന്ന ഒരു വിശദീകരണ കുറിപ്പിലാണ് അത്തരത്തിലൊരു പ്രയോഗം രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ന് മുഖ്യമന്ത്രി ഡാഷ് മോനെ മറുപടി വരുന്നുണ്ട് എന്നുള്ള പ്രതികരണം നടത്തിയത്. രണ്ടും അതിരുവിട്ട പ്രയോഗം എന്ന് തന്നെ പറയേണ്ടി വരുമെങ്കിൽ കൂടിയും ഔദ്യോഗികമായി രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയത്തിനകത്ത് കത്തിൽ അത്തരത്തിലൊരു പരാമർശം രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമായി പറയാൻ പറ്റില്ല. കാരണം ഈ പ്രചരണ പരിപാടികളിലൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത് നൽകുന്ന കത്തിൽ അത്തരത്തിലൊരു പരാമർശം വന്നുകൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഏറ്റവും ഒടുവിലെ വാക്ക് പോ മോനെ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ രണ്ട് BJP ഇതര സംസ്ഥാനങ്ങൾ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഇത്തരത്തിൽ കൊമ്പുകോർക്കുന്നത്.